ജീവന്റെ സംരക്ഷണത്തിനും ധർമ്മത്തിന്റെ തുടർച്ചയ്ക്കും ലോകത്തിന്റെ ക്രമവും വ്യവസ്ഥയും നിലനിർത്താൻ ദാനധർമ്മങ്ങൾ സഹായിക്കുന്നു. എല്ലാവരിലും സന്നിഹിതനായ ദൈവത്തെ സേവിക്കാൻ അത് നിങ്ങൾക്ക് അവസരം നൽകുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് വെള്ളവും ഭക്ഷണവും അർപ്പിക്കുന്നതിലൂടെ ദൈവത്തിനാണ് ഭക്ഷണം അർപ്പിക്കുന്നത്. അവൻ എല്ലാവരിലും കുടികൊള്ളുന്നതിനാൽ മാത്രമാണ് ഈ തത്വം. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ സ്വാർത്ഥത, അത്യാഗ്രഹം, അഹംഭാവം, ഭക്ഷണത്തോടും മറ്റ് മൗലിക വസ്തുക്കളോടും ഉള്ള ആസക്തി എന്നിവയെ മറികടക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളുടെ വിമോചനത്തിന് നല്ലതാണ്. കാരണം പ്രതീക്ഷകളില്ലാതെ മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ലൊരു കർമ്മവും നിങ്ങളുടെ ധർമ്മത്തിൻ്റെ ഭാഗവുമാണ്. ഭക്ഷണവും വെള്ളവും ഉപയോഗിച്ച് മറ്റുള്ളവരെ സേവിക്കുന്നത് ഒരു ത്യാഗമാണ്. കാരണം നിങ്ങൾ ഭക്ഷണവും വെള്ളവും വ്യക്തിക്കല്ല, ആ ശരീരത്തിലെ ദേവന്മാർക്കാണ് സമർപ്പിക്കുന്നത്. സൂക്ഷ്മ ലോകത്തിലെ ദിവ്യത്വങ്ങളായ നിരവധി അവയവങ്ങളും തത്വങ്ങളും ചേർന്നതാണ് ശരീരം. നിങ്ങളുടെ വഴിപാടുകളിലൂടെ അവയെ പോഷിപ്പിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ ദൈവങ്ങൾക്കായി ചെയ്യുന്ന ഒരു യാഗമായത് പരിണമിക്കുന്നു. അതിൽ ഭക്ഷണം വഴിപാടും ജലം അർപ്പണവുമാണ്. എല്ലാ ആസൂത്രണങ്ങളും ആഗ്രഹങ്ങളാൽ നിറഞ്ഞ പ്രവർത്തനങ്ങളും ഒഴിവാക്കാനും പ്രതീക്ഷകളില്ലാത്ത ദൈവത്തിലുള്ള വിശ്വാസത്തോടെ സ്വയമേവ ജീവിക്കുവാനും ഇത് ആളുകൾക്ക് അവസരം നൽകുന്നു.